പാർവതി ഓക്കെ അല്ലേ? ഒന്നും കഴിച്ചില്ലല്ലോ. ഇത് തരാനാ ഞാൻ വന്ന. അതേതായാലും നന്നായില്ലേ? വാങ്ങ, കഴിച്ചോ. എക്സ്ക്യൂസ് മീ, ഇപ്പൊ വരാവേ. ഇവര് കാലപ്രിയൻ അതിലൊരുത്തൻ നേരത്തെ ചാരുവിനെ തല്ലാമെന്നവരുടെ കൂട്ടത്തിലുള്ളവന്. ഓ, ഇവന്മാരെയൊക്കെ മിസ്സായതിന്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നോ? ഇപ്പൊ അതങ്ങ് മാറിക്കിട്ടി. സാറിന് എന്തെങ്കിലും പറ്റിയോ? ഇല്ല. വാ, പാർവതിക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ല. എന്തിനാ സാർ എനിക്ക് വേണ്ടി അടികൊണ്ടത്? ഈ വേദന ഒരു ദിവസം കൊണ്ട് മാറും. പക്ഷേ എന്റെ മുന്നിൽ വെച്ച് പാർവതിക്ക് എന്തെങ്കിലും പറ്റിയ അതിന്റെ വേദന എന്റെ മനസ്സിൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. ഞാൻ ജീവനോടുള്ളപ്പോ പാർവതി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെന്നെ തിരിച്ചു വരില്ല. പാർവതി കാറിൽ കയറിയിരുന്ന് സമാധാനമായിട്ട് കഴിക്കുക. എല്ലാരും കഴിച്ചിറങ്ങുമ്പോ ഞാൻ വിളിച്ച് പറയാം. അപ്പൊ ബുർക്ക കഴിഞ്ഞാൽ മതി. പ്രിയൻ, വാ. എന്താ പതിവില്ലാതെ റൂമിന്റെ പുറത്തോട്ടൊക്കെ ഇറങ്ങിയത്? പാറു അവിടെ ഇല്ലേ? അവള് കുളിക്കുക. അതെ, ചേട്ടൻ ഈ നാടകം എത്ര നാൾ തുടരാനാ പരിപാടി? അമ്മയോട് പാറുവിനെ പറ്റി പറയണ്ടേ? ഇത് വൈകുന്തോറും കൂടുതൽ വലിയ പ്രശ്നം ആവുകയുള്ളൂ. നിങ്ങളെ പെണ്ണുങ്ങൾക്ക് എല്ലാ സത്യവും പുറത്തു വരാതെ ഒരു സമാധാനവും കിട്ടില്ലല്ലേ? പാറുവിന് കൈലാഷ് സാറിനോട് സത്യം പറയണം. നിനക്ക് അമ്മയോട് സത്യം പറയണം. ചില കാര്യങ്ങള് രഹസ്യമായി വയ്ക്കുന്നതാണ് നല്ലതെന്ന് നിങ്ങൾ എന്നാ പഠിക്കുക? നിന്നെ പോലുള്ള ഉടായ്പിന് ഇതൊക്കെ എളുപ്പമായിരിക്കും. എനിക്കും പാറുവിനും ഒക്കെ കുറച്ചു ബുദ്ധിമുട്ടാ. അമ്മയായിട്ട് പാറു ഈ വീട്ടിലാ താമസിക്കുന്നെന്ന് കണ്ടുപിടിച്ച പിന്നെ അവളെ മരുമോളായിട്ട് ഒരിക്കലും അംഗീകരിക്കില്ല. നീ ആയിട്ടെല്ലാം പറയുന്നതാ നല്ലത്. പറയാം, എനിക്ക് കുറച്ച് സമയം താ. അമ്മാവ, എന്തൊക്കെയുണ്ട് മോനെ വിശേഷം? സുഖമാണോ? സുഖാണ് അമ്മാവ. അമ്മാവൻ വരും. അമ്മാവ ഇരിക്കും. നീ പഴയ കമ്പനിയിൽ തന്നെ വീണ്ടും ജോലിക്ക് കയറിയല്ലേ? നന്നായി.
നിനക്ക് നാട് വിട്ടുപോയി ജോലി ചെയ്യേണ്ട ഗതികേടൊന്നുമില്ലല്ലോ. ആ, ശോഭയ്ക്കും ദർശനയ്ക്കും നീ കൂടെയുള്ളത് ഒരു ധൈര്യ. അല്ല, അമ്മാവൻ എന്താ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ വന്നത്? ആ, അതെന്താ മോനെ, എനിക്കെൻ്റെ അനിയത്തിയെ ഒന്ന് കണ്ടുകൂടെ? അയ്യോ, അതല്ല അമ്മാവ, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ.